നമുക്കിന്നൊരു ഷോർട്ട് ടോപ്പ് തയ്ക്കാം. അതിനായി ഞാൻ ഒരു നൈറ്റി തുണിയാണ് എടുത്തിരിക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ അളവിന് കണക്കായി ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 4 ഫോൾഡിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ഷോൾഡർ 3.5 ഇഞ്ചും ആം ഹോളായി 7 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇനി ചെസ്റ്റ് 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബോഡി ലെങ്ത്ത് 15 ഇഞ്ച് 14 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് 15 വന്നത്. ഇനി വേസ്റ്റ് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് നമുക്ക് 2.5, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് താഴെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് സ്ക്വയർ ബോക്സ് ആക്കി എടുക്കുക. ഇവിടെ നമ്മൾ വി നെക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് 2 നെക്കും കൂടി വരക്കാൻ കഴിയില്ല. നമുക്ക് ഫ്രണ്ട് നെക്ക് മാത്രം വരക്കാം. വി നെക്ക് കൊടുക്കുക. അതിനുശേഷം സ്ട്രെയിറ്റ് വി ഉള്ളത് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തെടുക്കുക. ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനായി 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് താഴെ 1/2 ഇഞ്ചും പിന്നെ ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 1/4 ഇഞ്ച് ഇപ്പുറത്തായി മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ആദ്യം ബാക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. താഴെ നിന്ന് തുടങ്ങി ഷേപ്പിലൂടെ കട്ട് ചെയ്ത് വന്ന് ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ടും ബാക്കും പീസ് മാറ്റി വെക്കുക. ഇവിടെ വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് അതിൽ ബാക്ക് നെക്ക് 2.5യും നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചും ആണല്ലോ എടുത്തത്, അതൊന്ന് ഷേപ്പ് ചെയ്ത് യു നെക്കായിട്ട് വരക്കുക. പിന്നെ ഫ്രണ്ടത്തെ വി നെക്കും കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുക. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓൾറെഡി ചുരിദാറെല്ലാം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിനുള്ള പീസ്, അതായത് പ്ലീറ്റ് ഇടേണ്ട ക്ലോത്ത് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ബാക്കിയുള്ള നൈറ്റി ക്ലോത്ത് 2ആയി ഇതേപോലെ മടക്കി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ലെങ്ത്തായിട്ട് 13 ഇഞ്ച് 2 ഫോൾഡിലാണ് ക്ലോത്ത് ഉള്ളത്, 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്ലീറ്റിന് വേണ്ടി എത്ര ക്ലോത്ത് വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ക്ലോത്ത്, അതായത് നമ്മുടെ ബോഡി പാർട്ട് വെച്ച് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ വെച്ച് കിട്ടുന്ന ആദ്യത്തെ പീസ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ വേണ്ടി വരും. അപ്പോൾ പ്ലീറ്റ് വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ക്ലോത്ത് വേണം. അതിൻ്റെ ഇരട്ടിയും കുറച്ച് ബാക്കി വന്ന ക്ലോത്തും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി ഈ ക്ലോത്ത് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ലെങ്ത്തായിട്ട് നമ്മൾ 13 ഇഞ്ചാണ് എടുത്തത്. ഇനി 4ആയിട്ട് മടക്കുമ്പോൾ അതിൻ്റെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 23 ആണ്. അപ്പോൾ ഒരു ക്ലോത്ത് നമുക്ക് 46 കിട്ടും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ക്ലോത്ത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോൾഡഡ് ഭാഗത്ത് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. 2 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടതാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ് നോക്കാം. അതിനായി ആം ഹോളിൻ്റെ കൂടെ 2 ഇഞ്ചോട് കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 7 ഇഞ്ച് പ്ലസ് 2 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം ഷേപ്പ് ചെയ്യാനായി 3 ഇഞ്ച് താഴെയും 3 ഇഞ്ച് മുകളിലും മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റ്സ് തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അടുത്തതായി ആ ലൈനിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്തതായി ആ കിട്ടിയ പോയിൻറ്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. അതിനുശേഷം ഈ കാണുന്നത് പോലെ ക്രോസ് ആയി ഒരു ലൈൻ കൂടി വരയ്ക്കുക. വീണ്ടും ആ ലൈനിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് വളരെ സിമ്പിളായ മെത്തേഡാണ്. ബിഗിനേഴ്സിന് വരെ നമുക്ക് ഈസി ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. ഇനി താഴോട്ട് ഒരു 1/2 ഇഞ്ചും മുകളിൽ ഒരു 1/4 ഇഞ്ചും മാർക്ക് ചെയ്തതിന് ശേഷം
മുകളിൽ നിന്നായി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം അറേഞ്ചിലേക്ക് കൂടി യോജിപ്പിച്ച് വരക്കുക. അതിനുശേഷം നമുക്ക് 1/4 ഇഞ്ച് പോയിൻറ്റിലേക്ക് കൂടി വരച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് തയ്യൽ തുമ്പോട് കൂടി മാർക്ക് ചെയ്യാം. ഞാനിവിടെ കിട്ടുന്ന മാക്സിമം ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഇവിടെ എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് മാക്സിമം വിഡ്ത്താണ് എടുത്തത്. 9 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പോയിൻറ്റും ആം ഹോളിൻ്റെ എൻഡ് പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് വരക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് ആം ഹോൾ കട്ട് ചെയ്ത് വരാം. അതിനുശേഷം താഴെ കൂടി വന്നിട്ട് സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ഭാഗം വരെ കട്ട് ചെയ്തെടുക്കുക. ശേഷം 2 പീസും മാറ്റി വെച്ച് നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യുക. അതിനായി നല്ല വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്ത ആ കേവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായി ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് അതിന് മുകളിൽ വെച്ച് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. ഈ വരച്ച ലൈന് താഴെ 1.5 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് തയ്ക്കേണ്ട പീസ്. ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. അതിനായി സ്ക്വയർ പീസിലുള്ള ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ക്രോസായി ഒന്ന് വരയ്ക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. ഈ ലൈൻസ് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഈ 2 പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. അത്ര വരെ സ്റ്റേ ട്യൂൺ.